തിരുവനന്തപുരം കഠിനംകുളത്ത് ലഹരി സംഘത്തിന്റെ ആക്രമണം. LDF സ്ഥാനാർത്ഥി ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. സ്ഥാനാർത്ഥിക്ക് ഉൾപ്പെടെയാണ് ഈ ലഹരി സംഘത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. TS ഹരികൃഷ്ണ വിവരങ്ങളുമായിട്ടുണ്ട്. ഹരി, ഈ ലഹരി സംഘം എന്തിന്റെ പേരിലാണ് ഈ ആക്രമണം നടത്തിയത്? ആർക്ക് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായിരുന്നത്? ഇവരാരൊക്കെയാണ്? അവർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ടോ? പോലീസ് കേസെടുത്തിട്ടുണ്ട്, പക്ഷേ പ്രതികളെ പോലീസ് പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് സംഭവം. കഠിനംകുളത്ത് പുതുക്കുറിച്ചി നോർത്ത് വാർഡിലെ LDFന്റെ സ്ഥാനാർത്ഥിയാണ് ഏഞ്ചൽ. അപ്പോൾ ഇന്നലെ രാത്രി ഈ തിരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 9 മണിയോട് കൂടിയാണ് ഏഞ്ചലും ഭർത്താവും ഉൾപ്പെടെയുള്ളവർ വീട്ടിലേക്ക് എത്തുന്നത്. ആ സമയത്ത് ഒരു ലഹരി സംഘം ആ വീടിൻ്റെ പരിസരത്തുണ്ടായിരുന്നു. അവർ തെറി വിളിക്കുകയും ഒപ്പം തന്നെ ബഹളം വയ്ക്കുകയൊക്കെ ചെയ്തു. ഇത് ഏഞ്ചലിൻ്റെ ഭർത്താവ് ചോദ്യം ചെയ്യുകയും ചെയ്തു. ആ സമയത്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഇവർക്ക് നേരെ അക്രമം നടത്തുകയാണ് ഉണ്ടായത്. ഏഞ്ചലിൻ്റെ ഭർത്താവ് മാക്സ്വെൽ വികലാംഗനാണ്. അദ്ദേഹത്തിന് കാലിന് പൊട്ടലുണ്ട്, പരിക്കേറ്റിട്ടുണ്ട്. ഇതിനുശേഷം അവർ കഠിനംകുളം പോലീസിൽ പരാതി നൽകി. അപ്പോഴത്തേക്കും പോലീസ് എത്തിയപ്പോഴേക്കും ഈ ആക്രമണം നടത്തിയ അക്രമികളെല്ലാം അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ പോലീസ് പോയതിനു ശേഷം വീണ്ടും ഇവർ തിരികെ മടങ്ങിയെത്തുകയും ഒരു വലിയ സംഘമായി എത്തി ഇവരുടെ ബന്ധുക്കളെയൊക്കെ ആക്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ബന്ധുക്കൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഒരു 10 പേർക്കെതിരെയാണ് കഠിനംകുളം പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്.